ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിക്ക് കാർ എടുത്തു കൊടുത്ത അച്ഛൻ സച്ചിയെ ചേർത്ത് പിടിക്കുക. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ കാറ് വിറ്റില്ലേ എന്ന് ചോദിച്ചു മകനോട്. അടുത്തേക്ക് ചെന്നിട്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് കാറ് തിരികെ വാങ്ങിച്ചൂടെ എന്ന് അച്ഛൻ മകനോട് ചോദിക്കാം. അത് കേട്ടപ്പോൾ സച്ചിക്ക് കരച്ചിൽ വന്നു. നീ എപ്പോഴും സച്ചി ആയിരിക്കണോടാ, ഈ അച്ഛൻ്റെ സച്ചി ആയിരിക്കണോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയോ നമ്മുടെ സച്ചി അച്ഛാന്നും വിളിച്ചു. അപ്പോഴേക്കും അച്ഛൻ രേവതിയെ വിളിച്ചു. അങ്ങനെ രേവതിയെയും വിളിച്ച് അടുത്തേക്ക് നിർത്തുക. ഈ സമയത്ത് രേവതി ചെന്ന് അച്ഛനോട് നന്ദി പറയുവാണ്. അച്ഛൻ ഈ ചെയ്ത ആ ഒരു പ്രവൃത്തിക്ക് വലിയ മനസ്സാ അച്ഛൻ്റേത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രേവതിയെയും സച്ചിയെയും ചേർത്ത് പിടിച്ച് അച്ഛൻ അതേ എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കണം, അതിനുവേണ്ടി അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് രവിയേട്ടൻ പറയാം. ഇതൊക്കെ ശ്രുതിക്കും കണ്ട് സഹിക്കുന്നില്ല കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ കുശുമ്പെടുത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ചന്ദ്രമതി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മഹേഷ് കാറിൻ്റെ താക്കോല് രവിയേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അച്ഛൻ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും ഇങ്ങോട്ട് വാന്നും പറഞ്ഞു. ആ സമയത്ത് ഇഷ്ടപ്പെടുന്നില്ല ഇതേ നമ്മുടെ ശ്രുതിക്കും. അപ്പോൾ താക്കോൽ എടുത്തിട്ട് ഈ താക്കോല് നീ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. അയ്യോ അതൊന്നും വേണ്ടച്ചാ, അച്ഛൻ തന്നെ കൊടുത്താൽ മതി എന്ന് രേവതി നേരം അച്ഛനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖം വീർത്തു കേട്ടോ. ദൈവാനുഗ്രഹമുള്ള ഭാഗ്യമുള്ള കുട്ടിയാ മോള്, എൻ്റെ ഈ വീട്ടിൽ വന്ന് കയറിയ മഹാലക്ഷ്മിയാണ് നീ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് അച്ഛൻ പറയാം. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് സഹിക്കുമോ? ഇത് നീ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു നിധി തന്നെയാണ് നമ്മുടെ രേവതിക്ക് അച്ഛൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വലിയ സ്ഥാനം തന്നെ കൊടുത്തു ശ്രുതിയെ തകർത്തുകൊണ്ട്. ശ്രുതി അത് കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതി ഇത് സച്ചിയുടെ കയ്യിലേക്ക് പ്രാർത്ഥിച്ച് അങ്ങനെ കൊടുക്കുക. അത് രണ്ട് കൈയിൽ നീട്ടി നമ്മുടെ സച്ചിയും വാങ്ങിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു, പരസ്പരം നോക്കി. ആ സമയത്ത് നമ്മുടെ സച്ചി അച്ഛനോട് 1000 നന്ദി പറയുക. നന്ദിയുണ്ട് അച്ഛാ എനിക്കെന്ന്. അപ്പോൾ ഈ നന്ദി നീ എന്നോടല്ല പറയേണ്ടത്, രേവതി മോളോടാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയാം. ഇവള് നിനക്ക് വേണ്ടി ഫിനാൻഷ്യറെ കാണാൻ പോയെന്നും അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അച്ഛൻ പറയുക എന്നും പറഞ്ഞ് നിൽക്കുക ശ്രുതി. എന്നത്തെയും പോലെ ഇപ്പോഴും രേവതിയെ കൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയാം. അപ്പോൾ രേവതിയെ പറ്റിയുള്ള കാര്യങ്ങൾ അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ സച്ചിയുടെ ദേഷ്യമൊക്കെ അങ്ങ് പോയി കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷമായി രേവതിക്ക്. അങ്ങനെ ആ ഒരു വല്ലാത്ത ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതിയെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഇവിടെ കുരു പൊട്ടി. ചന്ദ്രമതി ഇങ്ങനെ തൂർച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ സമയം എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പോവുകയാണ് അവർ. അപ്പോൾ മഹേഷ് പോവുകയാണ്. മഹേഷ് പോകുന്ന സമയത്ത് മഹേഷെ പോകുന്നതിന് മുമ്പ് അതൊക്കെ ഇങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ഛൻ 2 നാരങ്ങ മഹേഷിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് വെക്കുക. എന്നിട്ട് സച്ചിയോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അച്ഛനായിട്ട് തന്നെ ചെയ്യിക്കുകയാണ്. അങ്ങനെ അതേ തേങ്ങയിൽ കർപ്പൂരമൊക്കെ കത്തിച്ച് അതൊക്കെ ആരതിയായിട്ട് ഒഴിഞ്ഞ് അങ്ങനെ ഇതെല്ലാം ചെയ്തു. മോനെ എല്ലാ ദൃഷ്ടിദോഷവും മാറി, ഇനി നീ വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയോട് വണ്ടി എടുക്കാൻ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ സച്ചി വണ്ടി എടുത്തു. വണ്ടി കറക്കിയെടുത്ത് സച്ചി അതിൽ അങ്ങനെ ഓടിച്ചുകൊണ്ട് അങ്ങ് പോവുക. സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകുന്നു അച്ഛൻ്റെ കൂടെ. ഈ സമയത്ത് ചന്ദ്രമതിയും പോകാൻ തുടങ്ങുക. അപ്പോഴേക്കും സുധി അമ്മേ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിയതിനാ ഇത്രയും ബിൽഡപ്പ് എന്നൊക്കെ പറയുക സുധി അമ്മയോട്. അമ്മേ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ ബിസിനസ് തുടങ്ങിയാൽ ഞാൻ 1 കോടിയുടെ കാർ വാങ്ങും. എങ്ങനെ 1 കോടി? അപ്പോൾ എത്രമാത്രം ബിൽഡപ്പ് കൊടുക്കണമെന്നൊക്കെ സുധി ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതി ഇവനെ അടിമുടി ഒന്ന് നോക്കി. അല്ല അമ്മ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധി നിൽക്കുമ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സമയം സച്ചി വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി വീട്ടിലേക്ക് വിളിച്ച് അച്ഛൻ അദ്ദേഹത്തിന് കാറ് മേടിച്ചു കൊടുത്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നതാണ്. അപ്പോൾ സച്ചി അകത്തേക്ക് വരിക ഇത് കേട്ടുകൊണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് കാറിൻ്റെ കീ ഞാനാ സച്ചേട്ടൻ്റെ കൈ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ നമ്മുടെ രേവതി. പാവം സച്ചേട്ടൻ നല്ല വിഷമത്തിലായിരുന്നു അമ്മേ, ഇപ്പം സന്തോഷമായി എൻ്റെ സച്ചേട്ടൻ എന്നൊക്കെ രേവതി പറയുന്നല്ലേ സച്ചി കേൾക്കുക. അദ്ദേഹം അച്ഛനെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയമ്മേ എന്നൊക്കെ പറയുവാണ്. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്ന് അമ്മേ തോന്നുന്നേ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുക കേട്ടോ. ശരി അമ്മേ, ശരി, ഞാനിത് പറയാനാ അമ്മ വിളിച്ചത്. എനിക്കിവിടെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അപ്പോൾ സച്ചി വന്നു നിന്നതൊന്നും നമ്മുടെ രേവതി കണ്ടില്ലായിരുന്നു. രേവതി എന്നിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും സച്ചി കയറി വന്ന് അതിൽ കുറ്റിയിട്ടു. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചി ഇങ്ങനെ നോക്കുക. എന്നിട്ടൊന്നും അല്ലാത്ത പോലെ അവിടെ ഇരുന്ന് തൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. സച്ചിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. രേവതിയുടെ അരികിലേക്ക് വന്നങ്ങ് സച്ചി ഇരുന്നു. രേവതിയാണെങ്കിൽ സച്ചിയെ മൈൻഡ് ചെയ്യുന്നില്ല, തുണിയൊക്കെ മടക്കും. പക്ഷെ ഓട്ടക്കണ്ണിട്ട് സച്ചിയെ നോക്കുന്നുണ്ട്. സമയത്ത് സച്ചി ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഒരു ചമ്മലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ രേവതിക്ക് മനസ്സിലായി സച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന്. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കിയിട്ട് എന്തോ പറയാനുള്ളത് പോലെ ഉണ്ടല്ലോ എന്ന് സച്ചിയോട് രേവതി ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു സച്ചി. ശരി ആയിക്കോട്ടെ
അല്ല, എവിടെയാണ് ഞാൻ വെച്ചത്? എവിടെയാണ് വെച്ചത്? അപ്പം ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി നോക്കുക. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതൊക്കെ ഞാൻ മടക്കി വെച്ച തുണികളായിരുന്നു, എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും എടുത്ത് മടക്കുക. അപ്പം എൻ്റെ പേഴ്സ് കാണുന്നില്ല, അതിൻ്റെ മുകളിലാണ് നീ ഇരിക്കുന്നതെന്ന് തോന്നുന്നു, ഒന്ന് എഴുതേറ്റ് ഞാൻ നോക്കട്ടെ എന്ന് സച്ചി. അതെവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടില്ല, പേഴ്സ് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെയാണ് ഉള്ളത് എന്ന് രേവതി പറഞ്ഞു. അപ്പോഴത്തേക്ക് അയ്യോ ശരിയാണല്ലോ, ചുമ്മാ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിട്ട് നടക്കുവാന്ന് പറഞ്ഞു മടക്കി വെച്ചിരുന്ന് നശിപ്പിച്ചതെല്ലാം എടുത്ത് വീണ്ടും മടക്കുക. അങ്ങനെ അതെല്ലാം മടക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി വീണ്ടും അവിടെ തന്നെ വന്നിരുന്നു. നീ നിൻ്റെ കൈ ഒന്ന് തന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രേവതി എന്തിനാന്ന് ചോദിച്ചു. കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ കൈ നീട്ടി. ഞാനെന്താ നിനക്ക് വളയിട്ട് തരാൻ പോവാണോ എന്ന് ചോദിച്ചു. കൈ ഇങ്ങനെ നീട്ടാൻ പറഞ്ഞ് ഷെയ്ക്കാൻഡ് കൊടുക്കാനുള്ള രീതി കൈ നീട്ടാൻ പറഞ്ഞു. അപ്പോൾ രേവതി അങ്ങനെ നീട്ടി. എപ്പോഴേക്കും നമ്മുടെ സച്ചി രേവതിയുടെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് താങ്ക്സ് പറയാം, നന്ദി പറഞ്ഞു. അപ്പോൾ എന്തിനാ നന്ദി പറഞ്ഞതെന്ന് ചോദിച്ചു. അത് പിന്നെ പറയാനുള്ള നന്ദി ഞാൻ പറഞ്ഞു, അതൊക്കെ എന്തിനാ നീ പറയുന്നതെന്ന് ചോദിച്ചു. ചുമ്മാ പറയുന്ന നന്ദിയൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് നമ്മുടെ രേവതി പറയാം. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലേ ഞാനത് സ്വീകരിക്കത്തുള്ളൂ എന്ന് നമ്മുടെ രേവതി സച്ചിയോട് പറയാം. അവിടെ സച്ചി പെട്ടു. അങ്ങനെ അതും കേട്ട് സച്ചി ഇങ്ങനെ മിണ്ടാതിരിക്കുവാണ്. രേവതി അന്നേരം ഇത് കേൾക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറയാതെ പറ്റത്തില്ലല്ലോ, പറയണം സച്ചിക്ക്. സച്ചി എന്നിട്ട് അത് പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നില്ലേ കാറ് തിരികെ വാങ്ങിച്ചതിന് നന്ദി പറയേണ്ടത് രേവതിയോടാണെന്ന്, അതിനാണ് ഞാൻ പറഞ്ഞത്. അതിന് നന്ദിയൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. സച്ചേട്ടൻ വലിയൊരാളല്ലേ? വലിയ ആളെന്ന് പറഞ്ഞാൽ മുതിർന്ന ഒരാൾ, അതും ദേഷ്യക്കാരൻ പയ്യനല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നമ്മുടെ രേവതി സച്ചിയോട്. ഈ പയ്യൻ എന്നോട് താങ്ക്സ് പറയുന്നതൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം നന്ദിയും കടപ്പാടൊക്കെ വേണ്ട സമയത്ത് തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം പറയാം. അതൊക്കെ കേട്ട് ഞാൻ ദേഷ്യക്കാരൻ തന്നെയാ, എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അച്ഛൻ അസുഖം വന്നു, പിന്നെ വണ്ടിയും പോയി, പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? എല്ലാം എൻ്റെ തലയിലായിരുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുക. താങ്ങാൻ പറ്റാതാകുമ്പോൾ ദേഷ്യമൊക്കെ വരും. 4 ഭാഗത്തുനിന്നും വാഹനങ്ങൾ വന്ന് ബ്ലോക്ക് ഉണ്ടാക്കിയാൽ ഒരു വണ്ടി എങ്ങോട്ടും പോകാൻ പറ്റാതെ നടുറോട്ടിൽ തന്നെ കിടക്കും. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. ആ ഒരവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോയതെന്ന് പറഞ്ഞപ്പം ആ വണ്ടി ദിവസം മുഴുവനും നടുറോട്ടിൽ തന്നെ കിടക്കുമോ? ട്രാഫിക് പോലീസ് വന്ന് ബ്ലോക്ക് ഒഴിവാക്കും. വണ്ടിക്ക് അവിടെ നിന്ന് പോകേണ്ട സ്ഥലത്ത് പോകാനും പറ്റും. അതുപോലെയാ നമ്മുടെ പ്രശ്നങ്ങളൊന്നും രേവതി സച്ചിയോട് പറഞ്ഞു കൊടുക്കുക. പ്രശ്നം പരിഹരിക്കാനേ ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന് രേവതി പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ രൂപത്തിൽ ഒരു വഴി ഈ ദൈവം കാണിച്ചു തന്നില്ലേ, അതുപോലെ ഓരോന്നിനും ഓരോ വഴികൾ ദൈവം തുറന്നു തരും സച്ചേട്ടാന്ന് രേവതി പറയുമ്പോൾ വീണ്ടും സച്ചി രേവതിയുടെ അടുത്ത് വന്നിരിക്കുക. അപ്പോൾ ട്രാഫിക് പോലീസുകാരൻ ദൈവമാണോ എന്ന് ചോദിച്ചു. അയ്യോ പറഞ്ഞാലും മനസ്സിലാവില്ല, മിണ്ടാതിരിക്കുക അവിടെ എന്ന് രേവതി സച്ചിയോട് പറയാം. അപ്പോൾ സച്ചി ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ശരി നീ അതൊക്കെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. മടക്കിയത് വീണ്ടും എടുത്ത് എറിഞ്ഞിട്ടു. എന്നിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പുറത്തോ? അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, നീ വരാൻ പറഞ്ഞു. എവിടെയാണ് പോണേന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോവാം, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകാൻ വരാൻ പറഞ്ഞു. അപ്പോൾ രേവതി ഇങ്ങനെ ഇരിക്കാം. നിനക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് അറിയാവുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്കവിടെ പോകാമെന്ന് പറയുമ്പം ബിരിയാണി വാങ്ങിച്ച് തരാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണല്ലേ, നല്ല കാര്യമാണെന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പോൾ നിൻ്റെ സംസാരത്തിൽ എന്താ ഒരു പരിഹാസമെന്ന് സച്ചി അന്നേരം ചോദിച്ചു. ഇന്ന് സ്നേഹം കാണിക്കുന്ന നിങ്ങൾ നാളെ ഒരു കാരണവും ഇല്ലാതെ എന്നെ വഴക്കു പറയും, പിന്നെ വെറുപ്പും ദേഷ്യവും ഒക്കെ കാണിക്കും. ഇങ്ങനെ അങ്ങ് പോയാൽ മതി, എനിക്ക് ഞാൻ എഫർട്ടേക്കും വരുന്നില്ല എന്ന് നമ്മുടെ രേവതി സച്ചിയോട് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര ഒരു വിഷമം. നിങ്ങൾ ബിരിയാണി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ നായ്ക്കുട്ടിയെ പോലെ പുറകെ വരുമെന്ന് കരുതുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒന്ന് ഓർത്ത് പറഞ്ഞല്ല എന്ന് പറഞ്ഞപ്പം നീ ഒന്ന് വാ, എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അയ്യോ വേണ്ടേ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല, എന്നെ വിട്ടേക്ക് എൻ്റെ പൊന്ന് തമ്പുരാനെ എന്നും പറഞ്ഞ സച്ചിയോട് രേവതി പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, ഞാൻ നിന്നെ വഴക്കും പറയില്ല എന്ന് സച്ചി പറയാം. വാ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു രേവതി. വരാനല്ലേ പറഞ്ഞത്, നിന്റെ കെട്ടിയനെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ സച്ചി രണ്ടും ഒച്ച എടുക്കല്. ഓഹോ നിങ്ങളെൻ്റെ കെട്ടിയനാണല്ലേ, എനിക്ക് അറിയില്ലായിരുന്നു, ഞാനത് മറന്നുപോയായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ സച്ചിക്ക് ഒന്നിനും മറുപടിയില്ല. സച്ചി ഒന്നും മിണ്ടാതിരിക്കാം. ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല, നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല, നീ നിൻ്റെ ജോലി നോക്കി ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങി കഴിഞ്ഞോളണം എന്നൊക്കെ ആയിരുന്നല്ലോ കുറച്ച് ദിവസം മുന്നേ വരെ പറഞ്ഞത്. ഇപ്പോഴെന്താ വീണ്ടും ഇത് തമ്മിൽ കൂട്ടിച്ചേർത്തോ എന്ന് ചോദിച്ചപ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? റെസ്റ്റോറൻറ്റിൽ വാ എന്ന് പറഞ്ഞ് നിന്നോട് കെഞ്ചണോന്ന് ചോദിച്ചു. കെഞ്ചുന്നത് കൊണ്ടേ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു രേവതി. ഞാൻ വരാം എന്ന് രേവതി സമ്മതിച്ചപ്പം എന്ന് പറഞ്ഞ് സച്ചി ഇരിക്കുക. പിന്നെ റെസ്റ്റോറൻറ്റിൽ പോകുന്നതിന് മുൻപ് നമുക്ക് വേറൊരിടം വരെ പോകണം എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾ വരുമെങ്കിൽ നിങ്ങളുടെ കൂടെ റെസ്റ്റോറൻറ്റിൽ ഞാനും വരാമെന്ന് പറഞ്ഞു.
അപ്പോൾ എവിടെയാണ് പോവേണ്ടത്? അത് പോകുന്ന വഴിയിൽ വെച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പം ശരി വാ ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകും. അപ്പോൾ രേവതിയോട് വേറെ റെഡിയാക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുവാണ്. ഭയങ്കര സന്തോഷമായി നമ്മുടെ സച്ചിക്കും രേവതിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും അതുപോലെ വർത്തമാനവും ഒക്കെ ആയിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ പോവുക. രേവതി ഇങ്ങനെ സച്ചിയെ കണ്ണെടുക്കാതെ നോക്കുക. നീ എന്തിനാ അപ്പം നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് സച്ചി ചോദിച്ചപ്പം നിങ്ങളും എന്നെ നോക്കിയില്ലെന്ന് ചോദിച്ചു രേവതി. ഞാൻ റോഡിലേക്കാണ് നോക്കിയത്. അപ്പോൾ റോഡ് നേരെയല്ലേ ഉള്ളത്? എൻ്റെ മുഖത്തല്ലല്ലോ ഉള്ളത്. ആ സൈഡിലെ കണ്ണാടി നോക്കിയാൽ പുറകിലെ റോഡ് കാണാം. ഓ അത് ശരി, അതിനു വേണ്ടി നോക്കിയതാണല്ലേ. റോഡ് കാണാനായിട്ട് കണ്ണാടിയിൽ നോക്കിയതാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കരുതി എന്നെ നോക്കുന്നതാണെന്ന്. നിനക്കങ്ങനെ പലതും തോന്നുന്ന ആളാണെന്ന് എനിക്കറിയാമല്ലോ എന്ന് സച്ചി അന്നേരം രേവതിയോട് പറയാം. രേവതി അന്നേരം ചിരിച്ചോണ്ടിരിക്കാം. കാറ് സൂപ്പറായിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു രേവതി. പിന്നെ പുതിയ കാറാണെന്നേ പറയത്തുള്ളൂ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുക. കാറ് വിറ്റ് പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്നും ഓടിച്ച് നോക്കിയിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്ന് ഞാൻ കരുതിയതേ ഈ കാറിനി ഒരിക്കലും എനിക്ക് തൊടാൻ പോലും പറ്റില്ലെന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സങ്കടങ്ങൾ പറയുമ്പോൾ രേവതി ഇങ്ങനെ പോസിറ്റീവായിട്ട് വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ധൈര്യം കൊടുക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നീ പറയുന്നതൊക്കെ ശരിയാ. ചില ആളുകളും ചില വിഷയങ്ങളും നമ്മളെ വിട്ട് പോകത്തേയില്ല. നമ്മളോടെ ഒട്ടി ഇങ്ങനെ നിൽക്കും. അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ എന്ന് രേവതി ചോദിച്ചപ്പോൾ അത് നീ വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. ദേ കുറേ സമയത്ത് കാർ ഓടിക്കുക. ഇതുവരെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം മിണ്ടാതെ വണ്ടി ഓടിക്കുക. സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകേണ്ട സ്ഥലം പറയാൻ പറഞ്ഞു. ഇതെൻ്റെ വണ്ടി എവിടത്തേക്കോ കടത്തിക്കൊണ്ട് പോകുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് സച്ചി. നീ എന്താ റൗഡിത്തരം വല്ലതും കാണിക്കുകയാണോ എന്ന് ചോദിച്ചപ്പം റൗഡിത്തരത്തെ പറ്റി നിങ്ങൾ തന്നെ എന്നോട് പറയണം കേട്ടോ എന്ന് രേവതി അന്നേരം പറയുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നിന്റെ അമ്മ വീട്ടിലേക്ക് വല്ലതാണോ പോണേ? അമ്മ വീട്ടിലേക്കാണോ ഈ വഴിക്കൊക്കെയാണോ പോണേ? ഇതെന്താ ചേട്ടനൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചു. അത് ശരിയാ. പിന്നെ എങ്ങോട്ടാ പോണേന്ന് പറ, അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാ പറയാൻ പറഞ്ഞു. നേരെ പോയാൽ റൈറ്റിലേക്ക് ഒരു റോഡ് കാണാം. അപ്പോൾ ആ റോഡിലെവിടെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നേരെ റൈറ്റ് ലെഫ്റ്റ് അതിനൊന്നും സ്ഥലത്തിന് പേരില്ലേ, എവിടേക്കാണ് പോകുന്നതെന്ന് കാർ ഓടിക്കുന്ന ആൾ അറിയണ്ടേ എന്ന് ചോദിച്ചപ്പം ദേഷ്യപ്പെടാതെ മാഷേ ദേ ഞാൻ നിങ്ങളെ നല്ലൊരിടത്തേക്ക് തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു നമ്മുടെ രേവതി. അവിടെ ചെന്നാലേ സച്ചേട്ടൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം ഏതാ? മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സ്ഥലമോ? എനിക്ക് പിടികിട്ടി ബാറിലേക്കാണല്ലേ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അത് ഞാൻ അറിഞ്ഞില്ല. നീ ഇത്രയ്ക്കൊക്കെ വളർന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയോട് ചോദിക്കുക. അപ്പോഴേക്ക് രേവതി രണ്ട് തല്ലും വെച്ച് കൊടുത്തിട്ട് ഇതെന്താ കൊച്ചു കുട്ടികളെ പോലെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. മിണ്ടാതെ കാർ ഓടിക്കാൻ രേവതി സച്ചിയോട് പറയാം. അപ്പോൾ രേവതി പറഞ്ഞത് കേൾക്കാനായിട്ട് തന്നെ സച്ചി തീരുമാനിച്ചു. എന്നിട്ട് മിണ്ടാതിരുന്ന് ഇങ്ങനെ കാർ ഓടിക്കുക കേട്ടോ. രേവതി ഇങ്ങനെ സച്ചിയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ പോകുമ്പോൾ ഒരു ചേച്ചി പൂവായിട്ട് വരുന്നത് കണ്ടു. അപ്പോൾ മനസ്സിന് സന്തോഷം കിട്ടുന്ന സ്ഥലം എത്തിയാ എന്ന് സച്ചി ചോദിക്കുക. രേവതി വണ്ടി നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്ത് സച്ചേട്ടാ പൂ മേടിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തി രേവതി പൂ മേടിക്കാൻ തുടങ്ങുമ്പോൾ ഈ പൂ മേടിക്കാനാണോ നീ എന്നെ അവിടെ നിന്ന് ഇവിടെ വരെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് സച്ചി ചോദിച്ചു കേട്ടോ. രേവതി അന്നേരം ഒന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്നു. പിന്നെ ആ ചേച്ചിയോട് പൂ ചോദിക്കുമ്പോൾ ഓ സ്വന്തം തൊഴിലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കളിയാക്കി പറയാം. അപ്പോൾ ചേച്ചി അത് രണ്ടായിട്ട് കട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ അതെ ചേച്ചി മതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയാം. രേവതി എന്നിട്ട് അത് കട്ട് ചെയ്ത് മേടിച്ചു. ആ ചേച്ചി അവിടുന്ന് അതും കൊണ്ട് അങ്ങ് പോയി പൈസയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ആ ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ കയറിയപ്പോൾ ഒരു പൂമാല പോലും കാറിൽ തൂക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വണ്ടിയിൽ നല്ല ഫ്രഷ് മുല്ലപ്പൂ തൂക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ ഇനിയെങ്കിലും നീ ഒന്ന് പറ എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പം നേരെ വിട്ടോളാൻ പറഞ്ഞു. നിന്നെയും കൂട്ടി ഇറങ്ങി എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് നമ്മുടെ സച്ചി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോവാം. ഓടിയിട്ട് എത്തുന്നില്ലല്ലോ, ഇത് എങ്ങോട്ടാണെന്ന് വീണ്ടും സച്ചി ചോദിക്കാം. ഇപ്പം തന്നെ 2000 രൂപയുടെ ഓട്ടോ ആയെന്നൊക്കെ പറയുമ്പോൾ എന്താ 2000 രൂപ ഇപ്പം വേണമെന്ന് ചോദിച്ചു. വേണമെന്ന് പറയാൻ നീ തരുമോ? അപ്പം ഇല്ല തരത്തില്ല. പിന്നെ നീ എന്തിനാ ചോദിച്ചേ? പോട്ടെ വേഗം പോട്ടെ നേരെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ.